നമസ്കാരം. സംസ്ഥാനത്ത് മഴ ശക്തമായിരിക്കുകയാണ്. ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ഉരുൾപൊട്ടലുണ്ടായി. വിവിധയിടങ്ങളിൽ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 9 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. അതേസമയം ഇറാൻ US സംഘർഷത്തിൽ പശ്ചിമേഷ്യ പുകയുകയാണ്. ഇറാന്റെ ഊർജ്ജ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് ട്രംപ് ഒരുങ്ങുന്നതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ ശക്തം. ഇന്ന് 9 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. ബാക്കി 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 പേർ മരിച്ചു. കൊടിയത്തൂർ അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ഉരുൾപൊട്ടലുണ്ടായി. ഉപ്പുതറയിൽ പോലീസ് ജീപ്പിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു. പോലീസുകാർ വാഹനം നിർത്തി ഇറങ്ങിയതിനാൽ ആർക്കും പരിക്കില്ല. ഇടുക്കി ഏലപ്പാറ ചെമ്മണ്ണ് ഭാഗത്ത് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു. ഈരാറ്റുപേട്ട വാഗമണ്ണിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സവും ഉണ്ടായി. KK റോഡിൽ വെള്ളം കയറി. പലയിടങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ റവന്യൂ മന്ത്രി ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. റവന്യൂ മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും ജില്ലാ കളക്ടർമാരുമായി ഫോണിൽ ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇറാന്റെ ഊർജ്ജ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതായി US മാധ്യമങ്ങൾ. ഈ സൈനിക നീക്കത്തിൽ ഇസ്രയേലും പങ്കാളികളാകാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ഇറാനിലെ അടിസ്ഥാന ഊർജ്ജ സൗകര്യങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. US മുന്നോട്ട് വയ്ക്കുന്ന വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് പ്രധാന ലക്ഷ്യം. പെട്രോളിയം റിഫൈനറികൾ, വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങൾ, ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലേക്കുള്ള വൈദ്യുതി വിതരണം, ഇലക്ട്രിക്കൽ ഗ്രിഡുകൾ എന്നിവ ആക്രമിക്കാനാണ് പദ്ധതി. ജൂലൈ 31 ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ ഈ പദ്ധതി ചർച്ച ചെയ്തു. എന്നാൽ ആക്രമണത്തിനുള്ള പ്രാഥമിക സൈനിക തയ്യാറെടുപ്പുകൾക്ക് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അന്തിമ അനുമതി ഇതുവരെ നൽകിയിട്ടില്ല. ഈജിപ്തിൽ അമേരിക്കൻ കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ഇസ്രയേൽ എന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ഈജിപ്തിലെ തന്ത്രപ്രധാനമായ ദുമിയാത്ത് തുറമുഖത്താണ് ഡ്രോൺ ആക്രമണമുണ്ടായത്. മേഖലയിലെ സമാധാനം തകർക്കാൻ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തുന്ന നിഗൂഢ നീക്കങ്ങളുടെ ഭാഗമാണിതെന്ന് അരാക്ചി ചൂണ്ടിക്കാട്ടി. ജൂലൈ 29 മെഡിറ്ററേനിയൻ തീരത്തുള്ള ദുമിയാത്ത് തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന 2 LNG കപ്പലുകൾക്ക് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ കപ്പലുകൾക്ക് തീ പിടിക്കുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അമേരിക്കൻ ഉടമസ്ഥയിലുള്ള എനർജോസ് വിൻഡർ, ഗ്യാസ്ലോഗ് സേലം എന്നീ വാതക സംഭരണ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല. ഒമാൻ തീരത്തിന് സമീപം സഞ്ചരിക്കുകയായിരുന്ന ചരക്ക് കപ്പലിന് നേരെയും ആക്രമണം. തിരിച്ചറിയാത്ത വസ്തു വന്ന് പതിച്ചാണ് കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചതെന്ന് UK സമുദ്ര വ്യാപാര പ്രവർത്തന വിഭാഗം അറിയിച്ചു. ഒമാനിലെ ലിമയ്ക്ക് വടക്ക് കിഴക്കായി ഏകദേശം 11 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് സംഭവം നടന്നത്. ആക്രമണത്തിൽ കപ്പലിൻ്റെ എൻജിൻ റൂമിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും തുടർന്ന് കപ്പലിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും പരിസ്ഥിതി മലിനീകരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും UK MDO വ്യക്തമാക്കി. വിവരമറിയിച്ചതിനെ തുടർന്ന് പ്രാദേശിക കോസ്റ്റ് ഗാർഡ് അധികൃതർ സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന മറ്റു കപ്പലുകൾ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അറിയിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. ബാബൽ മന്ദബിൽ ഫീസ് ചുമത്തുമെന്ന വാർത്ത നിഷേധിച്ച ഹൂതികൾ. കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്നും ഫീസ് ഈടാക്കാൻ പദ്ധതിയില്ലെന്ന് യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മാരിടൈം കോർഡിനേഷൻ ബോഡി വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും സൗജന്യമായി തുടരുമെന്നും ഹൂതികൾ അറിയിച്ചു.
ചെങ്കടലിന്റെ തെക്കുഭാഗത്തുകൂടി സഞ്ചരിക്കുന്ന കപ്പലുകളിൽ ഫീസ് ചുമത്താൻ ഹൂതികൾ ആലോചിക്കുന്നതായി കഴിഞ്ഞ ബുധനാഴ്ച റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ജൂലൈയിൽ ഹൂതി ഉദ്യോഗസ്ഥർ തെഹ്റാൻ സന്ദർശിച്ച വേളയിൽ ഇറാനി ഉദ്യോഗസ്ഥരുമായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നുവെന്നും പ്രാദേശിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാർത്ത പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പുതിയ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. സമുദ്രപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വ്യാജ സന്ദേശങ്ങളിൽ വഞ്ചിതരാകരുതെന്നും അനധികൃത വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള പണമോ സുരക്ഷാ വിവരങ്ങളോ കൈമാറരുതെന്നും വിവിധ ഷിപ്പിംഗ് കമ്പനികളോടും കപ്പൽ ഉടമകളോടും HOCC കർശനമായി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറഞ്ഞു. 19 കിലോഗ്രാം LPG സിലിണ്ടറുകളുടെ വിലയാണ് കുറച്ചത്. കൊൽക്കത്തയിൽ 209 രൂപയും ഡൽഹിയിൽ 202 രൂപയും കുറഞ്ഞു. ഇതോടെ ഡൽഹിയിൽ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 2728 രൂപയായി. കൊൽക്കത്തയിൽ 2872 രൂപയാണ് പുതിയ വില. വാണിജ്യ LPG സിലിണ്ടറിന്റെ വില കുറച്ചത് ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലക്ക് വലിയ ആശ്വാസമാകും. തുടർച്ചയായ രണ്ടാം തവണയാണ് രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിന് വില കുറയ്ക്കുന്നത്. കഴിഞ്ഞ മാസവും 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് വില കുറച്ചിരുന്നു. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളടക്കം ചർച്ച ചെയ്യാനായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന് പിന്നാലെയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോ യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും കുതിപ്പ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം വരുമാനത്തിലും പ്രവർത്തന ലാഭത്തിലും മുന്നേറ്റമുണ്ടായതോടെ നഷ്ടവും ഗണ്യമായി കുറഞ്ഞു. 2024-25 സാമ്പത്തിക വർഷം കമ്പനിയുടെ നഷ്ടം 430.50 കോടി രൂപയായിരുന്നു. 2025-26 ഇത് 352.49 കോടി രൂപയായി. 52.64 കോടി രൂപയുടെ പ്രവർത്തന ലാഭം നേടി തുടർച്ചയായ 4ാം വർഷവും കൊച്ചി മെട്രോ ലാഭത്തിലായി. 2025-26 പ്രതിദിന ശരാശരി യാത്രക്കാരുടെ എണ്ണം ആദ്യമായി 1 ലക്ഷം കടന്ന് 1.01 ലക്ഷത്തിലെത്തി. കൊച്ചി മെട്രോയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ശരാശരിയാണിത്. യാത്രക്കാർ കൂടിയതോടെ ടിക്കറ്റ് വരുമാനവും ഗണ്യമായി ഉയർന്നു. 2026 പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 1.01 ലക്ഷമായി വർദ്ധിച്ചതിനെ തുടർന്ന് തിരക്കേറിയ സമയങ്ങളിൽ കൂടുതൽ ട്രെയിൻ സർവീസുകളും ഏർപ്പെടുത്തിയിരുന്നു. 2025-26 ലഭിച്ച ആകെ പ്രവർത്തന വരുമാനമായ 224.65 കോടിയിൽ 76.33 കോടി സ്റ്റേഷൻ വാണിജ്യവൽക്കരണം, പരസ്യ വരുമാനം, മറ്റ് നൂതന മാർഗങ്ങൾ എന്നിവയിലൂടെയാണ് ലഭിച്ചത്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം കാക്കനാട് സ്മാർട്ട് സിറ്റിയിലേക്കും ഇൻഫോ പാർക്കിലേക്കും സർവീസ് ആരംഭിക്കുന്നതോടെ യാത്രക്കാരുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ. ജൂലൈ മാസത്തിലെ വാഹന വിൽപ്പനയിൽ വൻ കുതിച്ചുചാട്ടവുമായി പ്രമുഖ കമ്പനികളായ എസ്കോർട്സ് കുബോട്ടയും SML മഹീന്ദ്രയും. കൃഷി അധിഷ്ഠിത യന്ത്രമേഖലയിൽ വിപ്ലവകരമായ വളർച്ചയാണ് എസ്കോർട്സ് കുബോട്ട കാഴ്ചവെച്ചത്. കമ്പനിയുടെ ട്രാക്ടർ വിൽപ്പനയിൽ 22% വൻ വർധന രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ 7154 ട്രാക്ടറുകൾ വിറ്റഴിച്ച സ്ഥാനത്ത് ഇത്തവണ അത് 8731 യൂണിറ്റുകളായി ഉയർന്നു. ജൂലൈ മാസത്തിൽ ലഭിച്ച മികച്ച മഴയും ഖരീഫ് ഇളവിറക്കാൻ ഊർജിതമായതുമാണ് ഗ്രാമീണ മേഖലയിൽ ട്രാക്ടറുകൾക്ക് വൻ ഡിമാൻഡ് സൃഷ്ടിച്ചത്. നിർമ്മാണ മേഖലയ്ക്കുള്ള യന്ത്രവിൽപ്പനയിൽ 49.2% വളർച്ച നേടാനും കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സർക്കാർ നടത്തുന്ന വൻ നിക്ഷേപങ്ങളാണ് ഈ മേഖലയ്ക്ക് കരുത്തായത്. വാണിജ്യ വാഹന നിർമ്മാതാക്കളായ SML മഹീന്ദ്ര മൊത്ത വാഹന വിൽപ്പനയിൽ 12% വളർച്ച രേഖപ്പെടുത്തി. പാസഞ്ചർ വാഹന മേഖലയിലുണ്ടായ 21% കുതിപ്പാണ് ഈ നേട്ടത്തിന് പ്രധാന കാരണം. കാർഗോ വാഹന വിൽപ്പനയിൽ നേരിയ കുറവുണ്ടായെങ്കിലും പാസഞ്ചർ വിഭാഗത്തിലെ ഡിമാൻഡ് കമ്പനി മികച്ച ലാഭത്തിലേക്ക് നയിച്ചു. അമേരിക്കൻ വ്യോമസേനയുടെ സഖ്യരാഷ്ട്രത്തിൻ്റെതായ അഭിമാനമായ 5ാം തലമുറ F-35B യുദ്ധവിമാനം വീണ്ടും അപകടത്തിൽപ്പെട്ടതായി റിപ്പോർട്ടുകൾ. കാലിഫോർണിയയിലെ മറൈൻ കോർപ്സ് എയർ സ്റ്റേഷന് സമീപമാണ് F-35B വിമാനം തകർന്ന് വീണത്. അപകടത്തിന് തൊട്ടു മുമ്പ് പൈലറ്റ് അത്ഭുതകരമായി ഇജക്ട് ചെയ്ത് രക്ഷപ്പെട്ടു. ചെറിയ പരിക്കുകളോടെ പൈലറ്റിനെ പ്രദേശത്തെ മിലിറ്ററി ആശുപത്രിയിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകൾ വരുന്നു. അമേരിക്കയിലെ US എയ്റോസ്പേസ് കമ്പനി ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന F-35 വിമാനങ്ങൾ ശത്രു റഡാറുകളെ വെട്ടിച്ചു പറക്കാനും കുത്തനെ ഉയരാനും ലാൻഡ് ചെയ്യാനും അത്യാധുനിക സെൻസർ ഫ്യൂഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനും ശേഷിയുള്ളതാണ്. ഈ വിമാനങ്ങൾക്ക് മോഡലുകൾ അനുസരിച്ച് ഒരു യൂണിറ്റിന് ഏകദേശം 690 കോടി മുതൽ 910 കോടി രൂപ വരെയാണ് നിർമ്മാണ ചെലവ് വരുന്നത്. കുത്തനെ ഉയരാനും ലാൻഡ് ചെയ്യാനും ശേഷിയുള്ള F-35B മോഡലിന് മാത്രം ഒരു വിമാനത്തിന് ഏകദേശം 910 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്.
KSRTC ബസ്സിൽ അർഹർക്ക് സീറ്റ് ഒഴിഞ്ഞില്ലെങ്കിൽ 250 രൂപ പിഴ ഈടാക്കാൻ നിർദ്ദേശം. അർഹരായവർ ആവശ്യപ്പെട്ടാലും ചിലർ സീറ്റ് ഒഴിയുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് നടപടി. ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ്, ഓർഡിനറി സ്റ്റേജ് കാരേജുകൾ, മുതിർന്ന പൗരന്മാർക്ക് 20% സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും 10% വീതമാണ് സംവരണ സീറ്റ്. റിസർവേഷൻ ഇല്ലാത്ത ഫാസ്റ്റ് പാസഞ്ചർ മുതൽ മുകളിലേക്കുള്ള സർവീസുകളിൽ 2 സീറ്റുകളും നീക്കിവച്ചിട്ടുണ്ട്. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.